നമുക്ക് ശ്രമിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വെളിയിൽ നിൽപ്പുണ്ടെങ്കിൽ പറയുക, നമുക്ക് തീർച്ചയായും അവരെയും കൂടി അകത്തുകൊണ്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് വെളിയിൽ നിൽപ്പുണ്ടെന്ന് പറയാം, അവരൊക്കെ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാം, എല്ലാവരും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. നമുക്കൊരു ചെറിയ ചെണ്ടപ്പുറം തുടങ്ങട്ടെ. ആദ്യം ആസിഫ് അലി ഫാൻസ് എല്ലാവരും ചേർന്നൊരു വലിയ കൈഡി ആസിഫ് അലി ഫാൻസ്. അപ്പോ ഇന്ന് മിറാഷിന്റെ ജിതു ജോസഫ് ചിത്രമായ മിറാഷിന്റെ ഒരു ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്. ഇന്നലെ ലാലേട്ടനാണ് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ഇനി ആ ഇന്റർനാഷണൽ ലോഞ്ച് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ഹക്കീം ഷാജഹാൻ, പിന്നെ ഹന്ന രജീവൻ, എല്ലാവരും. അപ്പോ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ ആസിഫിനെ കാണാൻ? ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്, എന്റെ മിഥുന്റെയും കൂടെ. സ്ഥിരമായി മിഥുന്റെ വാക്കുകളിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട്, പക്ഷെ എന്നാൽ ഞാൻ ഒട്ടും പുറകിലാണെന്ന് പലപ്പോഴും തെളിയിക്കുന്ന ഒരു വ്യക്തി. That is none other than, please welcome നിമി. നിമി അതവിടെ സെറ്റ് ചെയ്ത് ഈ ചെണ്ടവെള്ളം അടുപ്പിച്ചതാണ് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ല. ഇല്ല, ടീം ശികാരി വെള്ളം ഞങ്ങൾ വന്നപ്പോ ചെണ്ടയില്ലായിരുന്നല്ലോ. ആ സമയത്ത് നിന്റെ ചെണ്ടക്കോലോടെ പോയി എന്നിട്ട് നല്ല മൈക്കും ചോദിച്ചു വാങ്ങിക്കുന്നത് മാത്രം ഞാൻ പഠിപ്പിച്ചത്. ശരി, അപ്പൊ എല്ലാ ആൾക്കാർക്കും ആ ചക്കര കൊടുത്തോ ഓണം ഒറ്റയറല്ല, അത് വേണം ഒറ്റയർ. നീ വിട്. സൂപ്പർ, വെൽക്കം. ഓണം ഒറ്റയറിൽ വന്ന ആൾക്കാർക്ക് ഇവിടെ ആസിഫിലൂടെ ഫോട്ടോ എടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ചക്കരെ നിനക്ക് ആസിഫിലൂടെ ഫോട്ടോ എടുക്കാൻ ചേട്ടാ കൊണ്ടെടുത്തോന്ന് ചേട്ടാ, ചേട്ടനും ഉണ്ട് കേട്ടോ അവസരം കേട്ടോ. ജോൺ പറഞ്ഞ പോലെ ഞാൻ വന്നിട്ടില്ല പ്രൊമോഷൻ ഒന്നും, അതുകൊണ്ടായിരിക്കും. അല്ല, അവര് പറഞ്ഞു പ്രത്യേകം വിളിക്കരുത് എന്ന് പറഞ്ഞു. ഒരുപാട് സമയം എടുത്ത് സംസാരിച്ചു, അവർക്ക് ഐശ്വര്യത്തോടെ അതുകൊണ്ട് അപ്പൊ എന്തായാലും ആർട്ടിസ്റ്റുകളൊക്കെ ഉടനെ തന്നെ സ്റ്റേജിലേക്ക് വരുന്നുണ്ടാകും. അതിന് മുൻപ് നമ്മുടെ കുറെ കലാപരിപാടികളൊക്കെ. ആ കലാപരിപാടി ഒരു മലയാള സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഞാൻ ഈ നിൽക്കുന്നത്. ശിവരാത്രി നായികയായിട്ടല്ലായിരുന്നു, അതിലൊരു ക്യാരക്ടർ. നീ സിനിമ കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. നീ അതിനകത്ത് അഭിനയിച്ചാണല്ലോ. ഞാൻ അഭിനയിക്കുന്ന സിനിമ കാണാതെ ജനങ്ങളും അങ്ങനെ. റെഡി, തുടങ്ങല്ലേ? ചെറിയ ആർപ്പ് വിളിക്കുന്നല്ലോ. ഓക്കെ, റെഡി? ഞങ്ങൾ ആർപ്പ് വിളിക്കാൻ പോകണേ. തുടങ്ങിയോ? ആർപ്പ്.
വരും ഇവിടെ. എങ്കിലേ ആ ഓണം കിട്ടുള്ളൂ. അപ്പോ ആദ്യം ഇന്ന് വൈകുന്നേരം എന്നല്ല, നമുക്ക് ഈ സീസണിലെ അല്ലെ മലയാളിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചീഫ് ഗസ്റ്റിനെ കൊണ്ട് വിളിക്കട്ടെ. നിറ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ മഹാബലിയെ. ലെറ്റ്സ് വെൽക്കം മഹാബലി എവരിവൺ. അല്ലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ മഹാബലി നിങ്ങൾ വരൂ, കാണട്ടെ നമ്മളെല്ലാരും. അത് നാണമായിട്ടൊക്കെ നിങ്ങൾ വന്നു പാവം. നിങ്ങൾ ഒരുമാതിരി കഞ്ചാവ് വയസ്സിലെ പ്രതിയെ പോലെ ആണല്ലോ പെരുമാറുന്നത്. ഒന്നും പറയൂല, ചെയ്യല, ഒളിച്ചു വരുന്നു. ഹാപ്പി ഓണെങ്കിലും പറഞ്ഞോളൂ. ഞാൻ പറയാം ഹാപ്പി ഓണം. ആ ഓണത്തിന് പോയി ഇവിടെ അടിച്ചു കേട്ടോ. ശരി, ഓക്കെ. ജോൺ മൈക്ക് അതും കൂടി എടുത്തു. മൈക്കോടെ ആവശ്യം. Okay. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ മൊമെന്റ് എത്തിക്കഴിഞ്ഞു. ആൻഡ് ടീം മിറാഷിന്റെ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്യാം. Absolutely. Ladies and gentlemen, ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ തീർച്ചയായിട്ടും വെൽക്കം. ബാക്കിയുള്ളവരെയും കൂടി സ്വാഗതം ചെയ്യാം അല്ലേ? ഉറപ്പായും ഇപ്പൊ ഈ തിയേറ്ററിൽ ഇപ്പൊ നമുക്ക് ഈ രണ്ട് ലൈറ്റ് ഉള്ളതുകൊണ്ട് ക്ലിയർ അല്ലെങ്കിലും ആസിഫിനോട് ചേർന്ന് തന്നെ വേറൊരു മുഖവും കൂടി കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി. ആ മുഖം നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ചെയ്തു വെക്കുന്ന ഓരോ കഥാപാത്രവും ഗംഭീരമായിട്ടാണ് ചെയ്തു വെക്കുന്നത്. മലയാളത്തിലെ one of the most promising talents that is coming up, none other than Hakeem Shahjahan. ഇനി നമുക്ക് അപർണയാണ് ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ എന്ന് തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ പറഞ്ഞു. പക്ഷെ അപർണയോടൊപ്പം തന്നെ ചേർന്നത് അപ്പുറത്തൊരു മുഖം കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊമോഷൻസിന് മുഴുവനായും ഇവിടെ എത്തിയിട്ടുണ്ട്. Let me welcome Hana Raji Koushi. അല്ലെങ്കിൽ ഉഗ്രം കഴിഞ്ഞു കൊടുക്കണം. ഓണം എത്താറായതുകൊണ്ട് അന്നേരത്ത് ബാക്കിയൊക്കെ പറയുന്നതിന് മുമ്പ് കൂമ്പം കണ്ട എത്ര പേരുണ്ട്? കൂമ്പം കണ്ട ആൾക്കാരാണെങ്കിൽ പിന്നെ അന്നേക്ക് കഴിയേണ്ടി പോരല്ലോ. തീർച്ചയായും ഒരാളെ തീർച്ചയായും അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കില്ല. മറ്റാരുമല്ല, ഇതിന്റെ പ്രൊഡ്യൂസറായ മുകേഷ് ആർ മേത്ത സാർ. അദ്ദേഹത്തില്ലേ മുകേഷ് ആർ മേത്ത, the veteran producer of Malayalam. അദ്ദേഹത്തെ കൊണ്ട് സ്വാഗതം ചെയ്യട്ടെ. മുകേഷ് സാർ ആക്ച്വലി നമ്മുടെ മലയാളത്തിലെ വളർത്ത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. വർഷങ്ങളായിട്ട് മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. സോ പ്ലീസ് put your hands together for മുകേഷ് ആർ മേത്ത. ഇവിടെ നമുക്ക് ലോകത്തിന്റെ ഇത്രയും വലിയ പ്രൊമോഷൻ ഒക്കെ Home Street Entertainment and the man behind the two people that I'm going to go call in right now. ഒന്ന് the veteran Sanjay Wadhwa and of course Anish Wadhwa. May I request both of you on stage? And a big thanks to Boss for actually having us all over here. ഇതിനു വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തതിന്. Ready to welcome? Are you ready to welcome the star? Are you ready to welcome the one and only Asif Ali?
ഹാപ്പി ഓണം. ഇന്നലെ മിഥുനിട്ട ഐഡിയ ആണ്. മിഥുൻ എന്റെ അടുത്ത് പറഞ്ഞു നവംബർ വരെ UAE ഓണമാണ്, അപ്പൊ എന്തായാലും നാട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന പ്രവാസികളായ നിങ്ങളുടെ കൂടെ ഒരു ഓണം ആഘോഷിക്കണം എന്നുള്ളത് ഞങ്ങളിട്ട പ്ലാനാണ്. ഇന്ന് ഇങ്ങനെ ഒരു ഇവന്റിന് ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കുക എന്നുള്ളത്. അപ്പൊ ഹാപ്പി ഓണം. താങ്ക് യു. അത് ഇനിയും ആൾക്കാർ പുറത്തു നിൽക്കുന്നു. ഈ സീറ്റിംഗ് വരും. ആസിക്കാട് കൂടെ ഇത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മുണ്ടെടുത്തു വന്ന ആളാണ്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഫ്രണ്ടിൽ തരിക. ഫോൺ തരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിർത്തില്ല. കൊച്ചു സിനിമയാണ്. പ്രതീക്ഷിക്കുന്ന പോലെ ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു വേറെ ലെവലിലുള്ള പടമൊന്നും പ്രതീക്ഷ വരരുത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ഒരു അമിതഭാരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതൊരു ത്രില്ലറാണ്. ഞാൻ ഈ പറഞ്ഞത്. Thank you. Okay. Let me have a word with the producer as well. Sir, a few words about the movie. അതുപോലെ ഒരു ഓണം വിഷയമാണ്. Happy Onam to all. വെൽക്കം, warm welcome expect ചെയ്തില്ല. Happy Onam once again to all. Thank you, thank you. And now, Hakeem, please step forward. ഇത്രയും വലിയൊരു തിയേറ്റർ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു തിയേറ്ററിൽ വന്നിരുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയത്. പത്തൊമ്പതാം മലയാളമാണ് ഞാൻ പോയിട്ടാണ്. Of course, നമ്മള് ശിക്ഷ കൊടുക്കുന്നു പറഞ്ഞു നമ്മൾ ഇതിൽ വരാത്തത് കൊണ്ട്. പക്ഷേ ഹന, the sweetest ഹന again a talent powerhouse ആണ് ഹനാലജി ഘോഷി. ഹന പ്ലീസ്, എന്തുകൊണ്ട് ഇതിട്ടില്ല എന്നുള്ളതിന്റെ കാരണം കൂടി പറയണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ഓണം. സോറി എനിക്ക് സാരി അല്ലെങ്കിൽ ഓണം ഡ്രസ് ഇടാൻ പറ്റാത്തത്. കാര്യം ഈ സിനിമയിൽ എനിക്കൊരു സ്പെഷ്യൽ കഥാപാത്രമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ. എനിവേ സെപ്റ്റംബർ 19 നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ്. അക്കി പറഞ്ഞ പോലെ ഇത്രയും വലിയ തിയേറ്റർ കണ്ടതിന്റെ ഒരു ഷോക്കിലാണ് ഞാൻ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം. Alright. Okay. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു ശബ്ദം കേൾക്കാനാണ്, കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട്. കാരണം സിനിമയെ പറ്റിയുള്ള അറിയാനുള്ള ആസിഫ് വിരാഷ് എന്ന് പറയുന്ന സിനിമയില് വീണ്ടും കൂമൻ ആഫ്റ്റർ കൂമൻ വർക്കിംഗ് വിത്ത് ജിതു ചേട്ടൻ ഓഡിയൻസ്. Before you speak, don't move over. Asif Aliയുടെ all the male fans make some noise. All the female fans. Male fans are good. Power പോരെ. Okay, ഒന്നുകൂടി. Male fans make some noise. All the female fans make some noise. Thank you. Please. കൂമന് ശേഷം ജിത്തു സാറിന്റെ കൂടെ ചെയ്ത രണ്ടാമത്തെ സിനിമയാണ്. കൂമൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ അടുത്ത സിനിമയ്ക്കും കൂടെ വിളിക്കുമായിരിക്കും തോർത്തു. പക്ഷെ 3 വർഷം എടുത്തു ആ വിളി വരാൻ. കൂമന് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വിളിയായിരുന്നു. കാര്യം കൂമന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതൊരു ആക്ടറിനെയും ഇദ്ദേഹം വിളിച്ചാൽ ഡേറ്റ് കൊടുക്കുന്ന ഒരു പൊസിഷനിലുള്ള ഒരു സംവിധായകനാണ്. പക്ഷെ അദ്ദേഹം എന്നെ ചൂസ് ചെയ്ത് കൂമൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കാരണം ആ ക്യാരക്ടർ ഏറ്റവും ഷൂട്ട് ചെയ്യുന്നത് എനിക്കാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ്. അതുപോലെ വീണ്ടും ആ തോന്നൽ വരാൻ 3 വർഷം എടുത്തു. ആ 3 വർഷത്തിന് ശേഷം ജിത്തു സാറിന്റെ കൂടെ ചെയ്യുന്നു. നിരാശം 19-ാം തീയതി റിലീസ് ആവുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സമയത്ത് നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ദൈവം സഹായിച്ച് കഴിഞ്ഞ 24 നല്ലൊരു വർഷമായിരുന്നു. തലവൻ മുതൽ ഇങ്ങോട്ട് ചെയ്തത് ഒത്തിരി നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അത് കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വിരാജം സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ ഈ സ്ക്രീൻ നമുക്ക് വലിയൊരു അത്ഭുതമല്ല. ഷെനോയ്സിൽ പോയി സിനിമ കണ്ടിട്ടുള്ളവരില്ലേ? അല്ലേ? ആ, ഷെനോയ്സ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ക്രീനിൽ ഒന്നായിരുന്നു. പക്ഷെ ഈ സ്ക്രീനിൽ നമ്മുടെ ട്രെയിലർ ഒന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടത് മൊബൈൽ ഫോണിലാണ്. അപ്പൊ എനിക്ക് എന്തായാലും ട്രെയിലർ ഇതിലൊന്ന് കാണണം. ഫുൾ സറൗണ്ട് സൗണ്ടിൽ, ഫുൾ പവറിൽ ഈ ട്രെയിലർ കാണണം. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. ഞാൻ എന്നാല് നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോയിട്ട് പിന്നെ ബാക്കി സംസാരത്തിലേക്ക് കിടക്കാം അല്ലേ? ലെറ്റ്സ് ഗോ ടു ദ ട്രെയിലർ. ഒരാൾക്ക് കൂടെ വേണ്ടി ഞാൻ ഇവരോടൊരു ഓണാശംസ പറഞ്ഞോട്ടെ. അപർണ ബാലമുരളിക്ക് എത്താൻ പറ്റിയില്ല ഇവിടെ. എന്റെ അപർണയ്ക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അപർണയുടെ ഫാൻസ് ഇവിടെ ഉള്ളവരെല്ലാരും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. ഇന്നലെ അപർണയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപർണ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പൊ അവരുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ ചെയ്ത് കൊടുക്കാവുന്ന മാക്സിമം ബെസ്റ്റ് പേരാണ് ഞങ്ങൾ. അതെ, അതും ലക്കി പേരാണ്, ഹിറ്റ് പേരാണ്. അത് തന്നെ ഇതിലും സംഭവിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ. വിൽ സിറ്റ് ഡൗൺ ആൻഡ് വാച്ച് ദ ട്രെയിലർ ഫസ്റ്റ്. എനിക്ക് ഈ 2 ലൈറ്റ് ഓഫ് ചെയ്ത് തരണം, അല്ലെങ്കിൽ അവിടെ ആർക്കും ട്രെയിലർ നടന്നില്ല. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇന്ററാക്ഷൻ തുടരും. അതുവരെ ഞാൻ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം തിരിച്ചു വരാം കേട്ടോ. എല്ലാവരും ഇരിക്കുക. മാവേലി കിരീടം ഊരി വെച്ചിരിക്കണ എന്റെ ബാക്കിൽ നമുക്ക് ഞാൻ പറയുന്നത് ആ റോയിലോട്ട് കയറണോ? ഇത് കിടന്ന് കാണേണ്ടി വരും. ആ റോയിലോട്ട് കയറാം. One more time. Lights, please. All right. If you love the trailer when they come here on stage, please show your love. Let me welcome them back all on stage. എന്നിട്ട് എന്റെ ട്രെയിലർ ഇഷ്ടമായെങ്കിൽ ഞാൻ പറയാം ഒരു സെക്കൻഡ് 1 2 3 തരാം. 1 2 3 തരാം. അപ്പൊ ഇതൊരു ത്രില്ലർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ത്രില്ലറിന്റെ പ്രത്യേകത എന്താണ്? It's a Jeetu Joseph thriller. Guys, if you love the trailer, on my count of 3, make the biggest noise possible. 1 2 3 go. There you have it. അത് തന്നെയാണ് ഈ ട്രെയിലർ കണ്ട സ്ഥിതിക്ക് ഞാൻ എല്ലാവർക്കും ഒരു ചെറിയ ആവശ്യം പറഞ്ഞോട്ടെ. എല്ലാവരുടെയും ഫോണില് യൂട്യൂബ് ഉണ്ടല്ലോ അല്ലെ? ആ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ഷെയർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ലിങ്ക് കിട്ടും. അതെടുത്ത് നിങ്ങളുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടും. ട്രെയിലർ ഇഷ്ടപ്പെട്ടതല്ലേ? ഒന്ന് ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈവക്കി നോക്കട്ടെ. പോരെ? അപ്പോ താങ്ക്സ് ഫോർ ദുബായ്. ആസിഫിന്റെ അടുത്ത് ഒരു 2 വാക്ക് കൂടി സംസാരിച്ചിട്ട് പോകാൻ പറയാം. ഒരു സെക്കൻഡ്. 2 വാക്ക് സംസാരിക്കാൻ സമയമില്ല. ഞാൻ അവരോട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ലൈറ്റ്സ് ഓഫ് ചെയ്തോട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ആ ലൈറ്റ്സ് ഓഫ് ചെയ്തോളൂ. ആളൊന്ന് വിളിക്കട്ടെ. ഈ പടത്തിന്റെ ഒരു ചെറിയ പോർഷൻ ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ട് ചെയ്ത പോർഷനിൽ അഭിനയിച്ച ഒരാളാണ് അവിടെ ഇവിടെ. സത്യം ഉണ്ടല്ലോ, പ്ലീസ് ഒന്ന് വരൂ. അതുപോലെ നമ്മുടെ ശിങ്കാരിമേളം ടീമിന്, നമ്മുടെ സ്ഫടികം ടീമിന് ഒന്ന് എല്ലാവരുമായിട്ടൊരു പിക്ചർ എടുക്കട്ടെ അല്ലേ? ആസിഫിനോട് ഞാൻ തിരിച്ചു നിർത്തി നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാവരും വേണ്ട ഒരു ഇതെടുക്കാം കേട്ടോ. അതെന്താ ആസിഫിക്കുള്ള സമ്മാനാണോ? എല്ലാരും ഇരിക്കുമെന്ന്, എല്ലാരും ഒന്ന് ഇരുന്നാൽ നമുക്ക് ചെയ്യാം. ലിതേഷ് കുമാർ ഇവിടെ
ലതീഷ് കുമാർ കൂടി വരും. വരും. ലതീഷ് കുമാർ വരും. ആ ബുക്കിംഗ് ബാക്കിലോട്ട് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോകാം. പാല് പിടിച്ചു നോക്കി. പാല് 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 Papua.